എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാനുമില്ല. നിങ്ങൾ പുറത്തു പോണം. പക്ഷെ എനിക്ക് സംസാരിക്കണമല്ലോ. അത് പറയാതെ പോയാൽ സ്തേവ അച്ഛൻ എന്നെ വഴക്ക് പറയും. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവസാനമായി സംസാരിച്ചത് എന്നോടാണ്. നിങ്ങൾക്ക് മാത്രമല്ല, അദ്ദേഹത്തെ എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ സെമിത്തേരി വന്നത്. അവിടെ വെച്ച് എന്നെ ഇങ്ങനെ നിങ്ങൾ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നല്ലോ. മാഡം ആഞ്ചലിന ഇഗ്നേഷ്യസ്, ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അറിയാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ആരാണെന്നും എന്നെ എന്തിനായിരുന്നു ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്നും നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. ചാപ്പലിനകത്ത് ആ സംഗീത ഉപകരണം തുടച്ചു വെച്ച് ഈ കാലം മുഴുവൻ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാനത് വായിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നിങ്ങൾ എന്നെ പുറത്താക്കി. അന്നും ഇതായിപ്പോഴും ഞാനല്ല അത് വായിച്ചത്. എനിക്കത് നേരാവണ്ണം വായിക്കാൻ അറിയില്ലെന്ന് എൻ്റെ കൂടെ വന്ന സ്നേഹിക്കും അറിയാം. കള്ളം പറയുന്നു. നിങ്ങളത് വായിച്ചത് ഞാൻ കേട്ടില്ലേ? അതിൽ കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? മതി മാഡം, കണ്ടു, ഞാനിരുന്നു, രണ്ട് ശരിയാണ്. എന്നാൽ നിങ്ങൾ കേട്ടത് ഇതല്ലേ?